എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ ഒരു തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളയല്ലേ എടി. കഴിഞ്ഞില്ല, കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. സുധിയുടെ സഹധർമ്മിണി രേണുസുധിയെ മലയാള സോഷ്യൽ മീഡിയയിൽ ആദ്യമായി അവതരിപ്പിച്ച ഞാനാണ്. എഗെയിൻ രേണുസുധി റിലേറ്റഡ് കണ്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ആൻഡ് എനിക്കറിയാം നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എല്ലാ ദിവസവും എനിക്ക് ഇതിനെപ്പറ്റി മാത്രമേ ഉള്ളൂ സംസാരിക്കാനുള്ളതെന്നുള്ളത്. കാര്യം മറ്റൊന്നല്ല ഗൈസ്, എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ ദിവസം ഇടപെട്ടാണ് ഇതുപോലാണെങ്കിൽ സംസാരിക്കാൻ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് രേണുസുധി റിലേറ്റഡ് കണ്ടന്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാതെ വരുന്നത്? കഴിഞ്ഞ ദിവസമാണെങ്കിൽ രേണുസുധിനെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് ഒരു പെണ്ണുമ്പോൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ എന്താണ്ട് രേണുസുധി ലൈവിൽ വന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് രേണുസുധീൻ്റെ അടുത്താണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയസ് ക്യാമറയെ പൊക്കി പിടിച്ച് പോയിട്ടാണ് ചില ട്രിക്കി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് അവർക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനും ഒരു റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഇത്തരം ക്വസ്റ്റ്യൻസിൽ പോയി പെടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ എന്തിന് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പലരും ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ പോലും നിങ്ങളെ പലരും ഇഷ്ടപ്പെടുമെന്നും അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കുറച്ച് കുറേന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പറഞ്ഞ കാര്യം പുള്ളിക്കാരി ഇത് പ്രാവർത്തികമാക്കിയത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോയതാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ലൈവിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു അധികാരം ഞാൻ തന്നില്ല. അദ്വൈത നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ് സത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് പൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ഇവിടെ പോടാന്ന് വിളിച്ചതിന് പുള്ളിക്കാരി ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ളതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, നീ PME വന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയാം എന്നുള്ളതിൽ. അതുകൊണ്ടായിരിക്കും ആ PME വന്ന് എന്താ പറഞ്ഞെന്നുള്ളത് നമുക്കറിയത്തില്ല. മേ ബി മോശമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിലായിരിക്കും പുള്ളിക്കാരി ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണെങ്കിൽ ഇതുപോലെ മറുപടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതേതോ ഗോപിക പോടിന്ന് വിളിച്ചതിനെ തിരിച്ച് പോടിന്ന് വിളിക്കുന്നതാണ്. എല്ലാത്തിലും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ്. മേ ബി ആ പറയുന്ന നേരത്തെ ഒരുത്തൻ PME ഒന്ന് മെസ്സേജ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോലീസുകാരൻ്റെ ഫോട്ടോ കേട്ടേക്കുന്നത്. അപ്പം അയാളോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും മേ ബി ഇങ്ങനെ ഒരു പോടിന്ന് ഒരാൾ ഇട്ടപ്പോഴത്തേക്കും തിരിച്ച് ഈ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിന്ന് എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. അല്ല, ഇവിടെ പോടി എന്നല്ലേ പറഞ്ഞുള്ളൂ. പോടാൻ തിരിച്ചു പറഞ്ഞ തെറിയല്ലല്ലോ ഒരു ലൈവിൽ വിളിച്ചേക്കുന്നത്. നിങ്ങളുടെ PME വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മോശമാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ പുറമേ നോക്കുന്ന ഒരാൾ കാണുമ്പോൾ പോടിന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കുന്നതൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കണമെന്നില്ല. വീട്ടിൽ ചെന്ന് മറ്റവനെ എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചു എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? നിൻ മുതുക്കനാണല്ലോ. മുതുക്കൻ എന്നെ കയറി സോറി എന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നത്. മുതുക്കൻ നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല. മുതുക്ക തെറി മുന്നേ വിളിച്ചിട്ട് തെറി വിളിച്ച എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ? പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എന്റെ ലൈവിൽ വരാതെ. പോടാ. എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ ഒരു തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളയല്ലേ എടി തള്ളച്ചി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും.
ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. ഇപ്പൊ ഇല്ലടാ. ചിലപ്പം കല്യാണം കഴിക്കാൻ, ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ ലൈവിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? ഇപ്പം നമ്മളെ ഒരാൾ ഇപ്പം ഇതുപോലെ വന്നിട്ട് മോശമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ അടുത്ത് മറ്റേ മഹാത്മാഗാന്ധി ആവണമെന്നൊന്നും അങ്ങനത്തെ ഒരു നിലപാടുള്ള ഒരാളല്ല ഞാൻ. നമ്മുടെ അടുത്ത് ഇതുപോലെ ആണെങ്കിൽ മോശമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, തിരിച്ച് അതേ രീതിയിൽ തന്നെ സംസാരിച്ചാൽ മതി. അപ്പം ചില ആൾക്കാർ പറയും അപ്പോൾ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പല ആൾക്കാരും ചോദിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ മുള്ളിനെ പലപ്പോഴും എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ്. കാര്യം ഇത്രത്തോളം ഹേറ്റ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു നമ്മൾ റിയാക്ട് ചെയ്ത ഓഡിയോ ക്ലിപ്പാണെങ്കിലും ആ ഒരു അമ്മച്ചി വന്നിട്ട് ഇത്രത്തോളം എന്തോരം ടോക്സിക് ആയിട്ട് എത്രത്തോളം വൾഗറായിട്ടാണ് രേണുസുദിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ പുള്ളിക്കാരി തിരിച്ച് പറയുന്നില്ല. ഇപ്പോൾ ആ ഒരു പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, വലിയ പ്രശ്നമില്ലെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതൊരുമാതിരി എന്താ പറയുക, പോടിയെന്ന് വിളിച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾ പുറമേ നോക്കുമ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഒരാൾ പോടിയെന്ന് വിളിച്ചു, PM-ൽ വന്ന് എന്താ പറയുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ പുറമേ നോക്കുന്ന ഒരാളെ പോടിയെന്ന് വിളിച്ചതിൻ്റെ പേരിൽ ഇത്രയും ഇതായിട്ട് പറയുന്നത് മുതുക്കി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. രേണുസുതി കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോഴേക്കും വാവ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള അങ്ങനെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രേണുസുതിക്ക് ഇപ്പം ഇത്രയും ഈ ഒരു നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരി വിചാരിച്ചിരുന്ന ആ ഒരു സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി സാധനത്തിലാണെങ്കിൽ എവിടേക്കോ കൈവിട്ട് പോയ പോലത്തെ ഒരു ഫീലാണ് ഇപ്പം ഇങ്ങനെ ഇത്രയും ഫ്രസ്ട്രേറ്റ് ആയിട്ട് പുള്ളിക്കാരി പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത്. കാര്യം ഇതിനു മുമ്പ് എത്രത്തോളം ടോക്സിക് ആയിട്ട് അല്ലെ എത്ര ഹേറ്റ് കമന്റ് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പോലും പാറ പോലെ ഉറച്ചു നിന്നിട്ട് നെഗറ്റീവ് കമന്റ് അതിനിപ്പോൾ തന്നെ എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു വ്യക്തി ഇപ്പം ഈ രീതിയിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കയ്യിൽ നിന്ന് എവിടെ മേ ബി ഈ ഒരു നെഗറ്റിവിറ്റി ഇത്ര സ്പ്രെഡ് ആയിട്ടുള്ള സാധനം കയ്യിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കാം. അപ്പം ആൾക്കാർ ഇതിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ ഇതിപ്പം വേറെ യൂട്യൂബിലാണ് ഈ ഒരു ലൈവ് ഇതുപോലെ അവർ റീ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സുധിച്ചേണ്ട നാണക്കേടാണ് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ അടുത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പം ആ ഒരു രേണു ആണെങ്കിൽ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയുന്നത്, ചന്തവർത്താനമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു രേണു ചേച്ചിയാണെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ലൈവിലൊന്നും ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിൽ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ PM വന്നിട്ട് ഇത്തരം ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നതെന്നോ ആരും അറിയുന്നില്ല. ഞാൻ മുമ്പൊരു വീഡിയോക്കകത്താണെങ്കിൽ പുള്ളിക്കാരുടെ PM-ൽ ഒരാൾ വന്നയച്ചിരിക്കുന്ന അത്രത്തോളം വൾഗർ കമന്റ്, അതായത് ഒരു പെണ്ണുംപിള്ളയാണ്, ഒരു പുള്ളിയല്ല ഒരു പെണ്ണുംപിള്ള അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ പുള്ളിക്കാർ എന്നെ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു മുമ്പൊരു വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ എത്ര ആൾക്കാരാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിന്ന് ഇത്ര കമന്റ് കാര്യങ്ങൾക്ക് ഇടുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാൻ അറിയത്തില്ല. എന്തിനാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആ ഒരു പെണ്ണുമ്പിള്ളയുടെ ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ തന്നെയാണെങ്കിൽ എത്രത്തോളം വൾഗറായിട്ടാണ് രേണുസുദിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം പബ്ലിക്കായിട്ട് അങ്ങനെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ലീക്കാനെ കൊണ്ട് അവർക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അപ്പം പേഴ്സണലി മെസ്സേജിൽ അവർ എത്രത്തോളമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അയക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു നിയമപരമായിട്ട് ഇങ്ങനെ പേഴ്സണലി ഇത്തരം തോന്നിയ അയക്കുന്നവർക്കെതിരെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നകാര്യങ്ങൾ. പക്ഷേ പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങളും പൊട്ടിത്തെറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണെന്നുള്ള ആ ഒരു പോളിസി എല്ലാ ആൾക്കാരും മനസ്സിലാകുന്നത്. കാര്യം ഇവിടെ പോടാന്ന് വിളിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ തിരിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പോടിയെന്ന് വിളിച്ചതിൻ്റെ പേരിൽ നീ പോടാ, നീ അങ്ങനെ മാങ്ങാ തേങ്ങ ചക്ക, അല്ലെങ്കിൽ ഒരാൾ പോടിയെന്ന് വിളിച്ചപ്പോഴത്തേക്കും നീ പോടി മുതുക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അതുപോലെ മനസ്സിലാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ആ ഒരു കമന്റ് ബോക്സിലും കാണാൻ പറ്റും. ഇപ്പം പലരും പറയുന്നതാണ് ആ ഒരു കുഞ്ഞിനെ അടുത്തിരുത്തിലാണ് ഈ രീതിയിൽ പറയുന്നത് എന്നൊക്കെ ഉള്ളത്. അത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണം മനസ്സിലാക്കാൻ, നിങ്ങൾ വേണം ആലോചിക്കാനൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ കൈവിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അത്രയും വേസ്റ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പം രേണുസുതി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ. അപ്പം ഇതിന്റെ ഒപ്പം തന്നെ ആണെങ്കിൽ രേണുസുതിയുടെ അക്കൗണ്ടിലാണെങ്കിൽ കൊളാബ് ചെയ്ത് വന്നേക്കുന്ന മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട്. അതായത് മറ്റേ മോഹം എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചേക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതുകൂടെ നമുക്ക് സംസാരിച്ചിട്ട് അങ്ങ് പോവാം. എല്ലാവർക്കും നമസ്കാരം. അന്തരിച്ച പ്രശസ്ത മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണുസുധിയെ മലയാള സോഷ്യൽ മീഡിയയിൽ ആദ്യമായി അവതരിപ്പിച്ച ഞാനാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രേണുസുധി അഭിനയിച്ച് ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ പുറത്തിറക്കിയ മോഹം വലിയ 2025 ഹിറ്റായി മാറി. ഇന്ന് ഏതാണ്ട് 15 ലക്ഷത്തോളം ആൾക്കാരാണ് മോഹം കണ്ടിരിക്കുന്നത്. മോഹത്തിന് ശേഷം രേണുസുധി ഈ മോഹം എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിം 15 ലക്ഷത്തോളം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് ഫിലിം എന്താണെന്നൊക്കെയുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളത് റിയാക്ട് ചെയ്തിട്ടുള്ളായിരുന്ന ഒരു മോഹം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ അദ്ദേഹം അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി ഒരു സീരീസിൽ നായികയായി ഞാൻ അഭിനയിപ്പിക്കുകയുണ്ടായി, കൺമണി. ആ സീരീസിൻ്റെ പാട്ടും കൺമണി എപ്പിസോഡും വലിയ വിജയമായി മലയാള സോഷ്യൽ മീഡിയയിൽ മാറി. കൺമണിയുടെ 2ാം എപ്പിസോഡ് ഈ മാസം തന്നെ പാലയിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വളരെ കഷ്ടപ്പാടുകളിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കൺമണിയുടെ സെക്കൻഡ് പാർട്ട് ഇതുവരെ ഇറങ്ങിയില്ലല്ലോ. അത് കൂടി സ്വന്തം ജീവിതം പടുത്തുയർത്തിയ ഒരു സാധാരണ പെൺകുട്ടിയായി കൺമണിയായി രേണുസുധി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു.
കാത്തിരിക്കുക മറ്റൊരു ദൃശ്യവിസ്മയത്തിനായി. താങ്ക് യു. ഈ ദൃശ്യവിസ്മയം ആ ഒരു മോഹൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കൺമണിയുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരനെ വെച്ചിട്ട് ഇങ്ങനത്തെ കോപ്രായങ്ങൾ നിങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു കഥയ്ക്കകത്ത് വളരെ നാച്ചുറലായിട്ട് ഡയലോഗൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതിനകത്ത് അഭിനയിക്കുന്നതാണെങ്കിലും അതിനകത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ സ്ലോ മോഷനിലൊക്കെ നടക്കാനൊക്കെ എഡിറ്റിങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്ലോ മോഷൻ നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റേ ആ ഒരു അമ്മായിത്തൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കള്ളിഷാപ്പിൽ പോവാണ്, കള്ളിഷാപ്പിൽ പോയി കള്ളടിച്ചിട്ട് ഇതുപോലെ കിക്ക് ആവണമെന്ന് പറയുമ്പോഴത്തേക്കിന് കള്ളിഷാപ്പിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ കള്ളടിക്കുന്നതിന് മുന്നേ തന്നെ ആണെങ്കിൽ നല്ല ആട്ടമൊക്കെ കാണിക്കുക. സോ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കാതെ കുറച്ച് നിങ്ങൾ ബുദ്ധിയോടെ കാണുക. പിന്നെ ഈ ഒരു സാധനത്തിൽ ഇത്തരം റീച്ച് കിട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണെങ്കിലും ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.